1-2 മാസമായി ശെൽവത്താത്ത ഈ ഒരു നൈറ്റി തുണി എടുത്ത് തന്നിട്ട് വീട്ടിലിടാൻ ഒരു ടോപ്പ് തയ്ച്ച് തരുമോയെന്ന് ചോദിച്ചിട്ട്. ഇന്നിപ്പോൾ ഏതായാലും അത് എടുത്ത് അങ്ങോട്ട് തയ്ക്കാമെന്ന് വിചാരിച്ചു. ആൾക്ക് ബേബി ഉള്ളതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ സിബ് വേണം. എൻ്റെ കയ്യിൽ 1 സൈഡ് ഫുട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇൻവിസിബിൾ സിബ് ഞാൻ നല്ല വിസിബിളായിട്ട് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ടോപ്പിൻ്റെ പണി അവിടെ പൂർത്തിയായപ്പോൾ ഇങ്ങനെ ഒരു നീളം പീസും പിന്നെ കുറച്ച് കണ്ടം പീസുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ പിന്നെ ആ തുണി ഉപയോഗിച്ച് നമുക്ക് പാത്തൂന് തന്നെ, അതായത് ശെൽവത്താത്തയുടെ കൊച്ചിന് തന്നെ എന്തെങ്കിലും തയ്ക്കാമെന്ന് വിചാരിച്ചു. മൊത്തത്തിൽ ആ തുണി എടുത്താൽ തികയില്ല എന്ന് ഓർത്തിട്ട് എൻ്റെ കയ്യിലൊരു പ്ലെയിൻ റെഡ് ഉണ്ടായി, അതും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു അംഗ്രഗ ഫ്രോക്കാണ്. അങ്ങനെ തന്നെ ഞാൻ തോന്നണോ അതിന് പറയണേ. അതിൻ്റെ സൈഡിൽ വെക്കാൻ എൻ്റെ കയ്യിൽ ലേസ് ഉണ്ടായില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ തന്നെ ഒരു 3 വള്ളി എടുത്തിട്ട് അത് തമ്മിലൊന്ന് പിന്നിയിട്ട് ഒരു ലേസാക്കി എടുക്കാമെന്ന്. സോറി, ലേസ് പോലെ ആക്കി എടുക്കാമെന്ന്. ഇങ്ങനെ പിന്നിക്കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞുനാളിൽ ഞാൻ പിന്നാൻ പഠിച്ചത് ഒരു ഓലയിലായിരുന്നു. അതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. ഞങ്ങളുടെ മലപ്പുറത്ത് ഇതിനെ മെടയ എന്ന് പറയും. അതിന് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് തന്നെ മെഷീനിൽ കയറില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ തുന്നാനുള്ള മടിയുണ്ട് ഞാൻ മെഷീനിൽ തന്നെ വെച്ചു. പക്ഷെ നടക്കണുണ്ടായില്ല, അതുകൊണ്ട് കൈത്തുന്നൽ തന്നെ ചെയ്തു. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ അവിടെ പൊത്തിപ്പിടിച്ചെന്താന്ന് വിചാരിച്ചാൽ ഞാൻ തേച്ച് കുട്ടപ്പനാക്കി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷെ കുറച്ച് കത്തിപ്പോയിടോ. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞതൊരു ബുദ്ധിയാണ്, ഒരു കുഞ്ഞ് പോക്കറ്റും കൂടി വെക്കാൻ. അയ്യേ, പോക്കറ്റ് വെച്ച് നശിപ്പിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വിഷമിപ്പിക്കരുത്. ആഗ്രഹം കൊണ്ടല്ല, സാഹചര്യം കൊണ്ട് വെച്ചതല്ലേ. തീർന്നില്ല കേട്ടോ, പാത്തൂനും തയ്ച്ചിട്ട് കുറച്ച് പീസും കൂടി ബാക്കിയുണ്ട്. ഇതെന്താ ചെയ്തതെന്ന് അടുത്ത ഷോർട്സിൽ കാണാം. പാത്തിട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് നോക്കിയാലോ. മേമയുടെ ഉടുപ്പ് ഇഷ്ടപ്പെട്ടോന്ന് വെച്ചപ്പോൾ പാത്തു ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ചുമ്മാതാ, ഞാൻ ബാക്കിൽ നിന്ന് കോപ്രായം കാണിച്ചിട്ട് എൻ്റെ ഗതികോടെ കൊണ്ട് ചിരിക്കണതാ. അതൊന്നും ഏതായാലും കേട്ടു നോക്ക്. പാത്തുവേ